കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ആടുവള്ളി മോഹു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗുരു തീർത്തു ഭഗവാന്റെ ഗുരു തീർത്തു. പിന്നെ അദ്ദേഹത്തിന് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല, പിന്നെ അങ്ങ് നന്നാക്കാൻ ഇറങ്ങി. പിന്നെ അങ്ങ് ലോകത്തുനിന്ന് ഓരോ സ്ഥലത്ത് പോയി ആളുകളെ നന്നാക്കി 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 അവസാനം ബന്ധപ്പെട്ട സ്ഥലമാണ്. അതും ഹിമാലയ പരിക്രമത്തിന് ശേഷം. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ചെറിയ പ്രായത്തിൽ ഹിമാലയ പരിക്രമം എല്ലാം പൂർത്തീകരിച്ച്. അത് ഹിമാലയ പരിക്രമം ഇപ്പം മാത്രമല്ല സാർ, ഒരിക്കൽ ഭഗവാനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഹിമാലയത്തിൽ പോയി, എല്ലാം കൂടി 12 പ്രാവശ്യം പോയി ഹിമാലയത്തിൽ. അപ്പോൾ ഈ ഹിമാലയ യാത്ര ചെയ്ത് ഈ ആർമിയുടെ അധീനതയിലാണ് ഞാൻ കൂടുതലും പോണേ, പട്ടാളത്തിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റൊരാളിന് പോകാൻ പറ്റാത്ത ഏരിയകളിലും നമുക്ക് പോകാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളല്ലാതെ ടൂർ പോകുമ്പോൾ അവരിവിടെ അങ്ങ് നിയന്ത്രണം, ഇതിനപ്പുറത്ത് അവരുടെ കൺട്രോളിലാണ്. അങ്ങോട്ട് ആണ് മുഖ്യമായ കാഴ്ചകൾ, അവിടെ ഒന്നും നമ്മളെ വിടൂല. സിദ്ധന്മാരിരുന്ന സ്ഥലങ്ങളും അവിടേക്ക് ഡേഞ്ചർ പ്ലേസുകളുമാണ്. അതുകൊണ്ടാണ് വിടാത്തെ. ഇവരെ ചെന്നിട്ട് അവിടേക്ക് എത്തി നോക്കി താഴെയെല്ലാം വിടുന്ന പിന്നെ അതിനെ തലവേദന അങ്ങനെ. അപ്പോൾ ഞാൻ പോണ കൂടുതലും ആർമിയുടെ അധീനതയിലാണ്. അപ്പോൾ അവരാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഈ കൊണ്ടുപോയി ഞാൻ പോയപ്പോൾ എനിക്ക് ചോദിച്ചു, പിള്ളേ ഇന്ന ഒരു സ്ഥലത്ത് പോയോ? ഞാൻ പറഞ്ഞില്ല ഭഗവാനെ, അവിടെ പോകാൻ പറ്റിയില്ല, അവിടെ ഇപ്പം അങ്ങോട്ട് വിടുന്നില്ല. അപ്പോൾ അവിടുത്തെ മഹാ അത്ഭുതങ്ങളും ഓരോ സ്ഥലത്തെ അത്ഭുതങ്ങളും ഓരോ സ്ഥലത്ത് പോയോന്ന് ചോദിച്ചിട്ട് ഭഗവാൻ പറയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇപ്പോഴും കുഴപ്പമില്ല, 200 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മരം നിന്ന് അതിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതുവഴി പോണ മനുഷ്യനെ കണ്ട് അവൻ തിന്നുകളയും. അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ എൻ്റെ ശിഖരം ഇങ്ങനെ എത്തിപ്പിടിച്ച് അവൻ ഇങ്ങനെ അകത്താക്കും. പിന്നെ അതവൻ വിടൂല, അസ്ഥി മാത്രമേ പിന്നെ കിട്ടുള്ളൂ. ഇതാണ് അവൻ്റെ ആഹാരം, വേറെ ഒന്നും തിന്നില്ല. നരഭോജി വൃക്ഷം. അതെ. ഞാൻ 200 വർഷങ്ങൾക്ക് മുമ്പ് വേറെ എനിക്ക് ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്ത് ഒരു ദിവസം ചെന്നിട്ട് കുറച്ച് മൂത്രം ഒഴിച്ചിട്ട് ദൂരെ നിന്ന് ഒരു വിളിയോടുകൂടി യവ അങ്ങ് വീണ്. അപ്പൊ ഞാൻ പറ്റി 200 വർഷം മുമ്പ് ഇന്ന് ഞാൻ ഇങ്ങനെ ഭഗവാൻ ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി, ഭഗവാൻ 200 വർഷം മുമ്പ് ഇത് ചെയ്തെന്ന് പറയണം. ഞാൻ 3 ജന്മം അവിടെ സമാധിയായി ഉള്ളേ. അതിന് ശേഷമുള്ളതാണ് ഇപ്പോഴത്തെ. ഞാൻ എൻ്റെ ഹിമാലയത്തിലെ എല്ലാ മുക്കുപുലകളും എനിക്കറിയാം. അവിടെ പലരെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഓരോന്നിനെയും ഭഗവാൻ അവിടെ ഓരോ അവതാരം എടുത്ത് ഇല്ലാതാക്കിയിരിക്കുന്നു. അതെ, അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ചു. അവിടുത്തെ ദൗത്യം ഹിമാലയത്തില് മഹർഷിവര്യന്മാർക്ക് തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി വിഘ്നം വരുത്തിക്കൊണ്ടിരുന്ന ദുഷ്ടശക്തികളെല്ലാം അവിടെ ഒഴിവാക്കി. അതെ. അപ്പോൾ ഭഗവാൻ അന്ന് വേറെ ഏതോ മഹായോഗിയുടെ പേരിലായിരിക്കണം.
തീർച്ചയായും നമ്മൾ പഠിച്ച ഏതെങ്കിലും ചിലപ്പോൾ പഠിച്ച പേരിലോ അല്ലാതെ ആയിരിക്കാം, വേറെ പേരുകളായിരിക്കാം. അദ്ദേഹത്തിന് അത് ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാട്. ഇപ്പം ചിലർ പറയും അഗസ്ത്യമുനിയുടെ തന്നെ അവതാരമാണ്, പുനർജന്മമാണ്. അല്ല, അതിന് പുനർജന്മമൊന്നും അല്ല സാർ. കാരണം ഭഗവാൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അഗസ്ത്യമുനി ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അതെ. അപ്പൊ അഗസ്ത്യമുനി ആശ്രമത്തിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ അവതാരമല്ലോ. അതെ അതെ അതെ, സാർ ആദ്യം മനസ്സിലാക്കണല്ലോ. ഇപ്പൊ വിഷ്ണുവിന്റെ അവതാരമാണ് സാറെങ്കിൽ വിഷ്ണു വരണം. സാറ് വിഷ്ണു പറഞ്ഞല്ലോ, വേറെ ദൈവങ്ങൾ വന്നാൽ പോലെ. അതെ, വിഷ്ണുവിനെ കാണാൻ വേറെ ദൈവം വന്നാൽ പോലെ. വിഷ്ണുവിന്റെ അവതാരമാണ് ഭഗവാൻ. പലരും പറയുന്നുണ്ട്, എൻ്റെ കൂടെയും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാണെങ്കിലും അഗസ്ത്യർ അവിടെ വന്നിട്ടുണ്ട്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എനിക്കൊരു 16 വയസ്സ് ഉള്ള സമയത്ത് ഞാൻ സ്വാമി ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഉച്ചയായപ്പോൾ സ്വാമി പറഞ്ഞ് എനിക്ക് പോത്തങ്കോട്ടൊന്ന് പോകണം പിള്ളേ എന്ന് പറഞ്ഞ് ഒരു കാറ് വന്ന് കാറിൽ കയറി ഭഗവാൻ അങ്ങ് പോത്തങ്കോട്ട് പോയി. ഭഗവാന്റെ കൂടെ ആരുമൊക്കെ അന്നത്തെ ആളുകൾ കൂടെ പോയി. അപ്പോൾ അപ്പുറത്ത് ആശ്രമമുണ്ട്. അവിടെ മാധവൻകുട്ടി സാറ് ഒക്കെ അവിടെ താമസിക്കുകയാണ്. ആശ്രമം ആയി. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്വാമി ഇരിക്കുന്ന ആ ഷെഡിൻ്റെ അവിടെയാണ് ഞാൻ എല്ലാവർക്കും ആഹാരമൊക്കെ വെച്ചു കൊടുത്ത് വിളമ്പി എല്ലാവർക്കും കൊടുത്ത് സ്വാമി പോയല്ല. ഞാൻ കയറി അവിടെ കയറി കിടന്നു. അവിടെ താഴെ ആ സൈഡിൽ ഇരുന്ന് ഇപ്പം അവിടെ സമയത്ത് പോയെന്നല്ല, ഭഗവാന്റെ ഫോട്ടോയൊക്കെ വെച്ച് അവിടെ ഒരു പായും പിരിച്ച് ഞാൻ കിടന്നു. ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ കൊണ്ട് കുറച്ച് പേര് വരണം. അപ്പം ഞാൻ വിളിച്ചു അപ്പുറത്ത് നിന്നൊരു പറഞ്ഞല്ലോ. അല്ല, ഭഗവാൻ പോയി. അപ്പുറത്തിരുന്നവര് ഇവിടുത്തെ ഫ്രണ്ടിലെ ഗേറ്റ് അടച്ച്, പിന്നെ അതിലെ ഇവിടെ വരാൻ പറ്റുള്ളൂ. അവിടെ മാധവൻകുട്ടി സാറും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കണുണ്ടല്ലോ. അപ്പോൾ അവര് പറയുമല്ലോ സ്വാമി ഇല്ല, പിന്നെ ഇങ്ങോട്ടത്തേക്ക് കയറ്റി വിടൂല. സ്വാമി ഇല്ലാതെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ കയറി കിടന്ന് ഉറങ്ങിയത്. ആരും വീട്ടിലിങ്ങോട്ട് വരില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഉണ്ട് ഇവർ കുറേ പേര് ഇങ്ങോട്ട് വന്നു. ഞാൻ കിടക്കുകയാണ്. നോക്കിയപ്പോൾ ചുറ്റും കുറേ സന്യാസി വര്യന്മാർ, നടുക്ക് ഫ്രണ്ട് എൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അഗസ്ത്യർ. അതെ, അഗസ്ത്യർ വന്ന് നിൽക്കുകയാണ്. അഗസ്ത്യർ എന്ന് മനസ്സിലായ എന്തുകൊണ്ടാണ്? ഞാൻ അഗസ്ത്യരെ രൂപം പറയുകയാണെങ്കിൽ ശരിക്കും പൊക്കം കുറഞ്ഞ ഒരു 3 അടി പൊക്കം വരും. അതെ. നല്ല എന്തോ പറയും തേജോമയമായ ഫേസ്. മുഖം മാത്രമേ കൊണ്ടിച്ച് ബാക്കി ഇങ്ങനെ താടി ഇങ്ങനെ കിടക്കുകയാണ്, വെള്ളത്താടി, മുടിയും താടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മുഖം നോക്കുമ്പോൾ സൂര്യ തേജസ്സാണ്. അപ്പോൾ ഈ ബാക്കിയുള്ളവരെ മുഖം ഒന്നും നിൽക്കുന്നതല്ലാതെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഞാൻ കിടക്കണമെന്ന് ഇറങ്ങില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് സ്വാമി ഇല്ല പോകാനായിട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ നാക്കൊന്നും പൊങ്ങില്ല. അതെ, എനിക്ക് നാക്ക് പൊങ്ങില്ല. ഞാൻ എണീക്കാൻ നോക്കുമ്പം എനിക്ക് എണീക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ശക്തിയില്ല. നമ്മളൊരാള് ജീവനുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം നിന്ന് ചിരിച്ചു, ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് മറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരങ്ങോട്ട്. എന്നിട്ട് ഇവരങ്ങ് മറഞ്ഞൊരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് എനർജി വന്നു. ഞാൻ ചാടി കഴിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് ഓടി. അപ്പുറത്തെ സൈഡിൽ ഇവരെങ്ങോട്ട് പോയി നോക്കാൻ. എനിക്ക് അപ്പോഴും അപ്പോൾ ഞാൻ നേരെ അപ്പുറത്തേക്ക് ഓടിച്ചെന്ന് മാധവൻകുട്ടി സാറപ്പോൾ അവിടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടി ഇരിക്കുന്നു. ഞങ്ങളുടെ സ്വാമി സാറേ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നാൽ ആരും വന്നില്ലല്ലോ. ഞാൻ പിറ്റത്ത് രാവിലെ വണ്ടി കയറി പോത്തങ്കോട്ട് പോയിട്ട് ഒന്ന് സ്വാമിയുടെ കൂടി പറഞ്ഞു. അത് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ അഗസ്ത്യർ വന്നതാണ്. അഗസ്ത്യരും അവരെ പുള്ളികളെ അഗസ്ത്യരും ശിഷ്യന്മാരും കൂടി വന്നതാണ്. ഞാൻ അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴോട്ട് പോയല്ലോ, പുള്ളി കണ്ടില്ല. അവര് അഗസ്ത്യവിടെ തീരുന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നു സ്വാമി. അവരവിടുന്ന് വന്ന് ഇവിടെ എത്തി. അവരൊക്കെ മനോവേഗത്തിൽ ഇങ്ങനെ എത്ര എഴുതിക്ക് ഇദ്ദേഹം പോയി. ഉണ്ടോ നോക്കിയിട്ട് അവര് തിരിച്ചതാണ്. പക്ഷെ ഈ എത്തുന്നതിനകത്ത് ഇദ്ദേഹം പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ് പിള്ളേ എന്ന് പറഞ്ഞതുകൊണ്ട്, ഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും. അതെ അതെ. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ പറയും ഈ ഏതെങ്കിലും ദൈവങ്ങളുടെ പ്രതിരൂപമാണ് ഭഗവാൻ. നമ്മൾ പറയുന്ന ദൈവങ്ങളുടെ പ്രതിരൂപമാണെന്ന് പറയും. ഒരിക്കൽ പോത്തങ്കോട് വെച്ച് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായി. ആ സമയത്ത് ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, പിള്ളേ ഞാൻ പിള്ളേ അന്വേഷിച്ചിരിക്കുകയാണ്.
എനിക്ക് ഈ പിള്ളേരോട് ഒരു കാര്യം ചോദിച്ചിട്ട് വേണം എനിക്കത് ചെയ്യാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചിരുന്നു. എന്നോട് ചോദിച്ചിട്ട് ഭഗവാൻ അതിന് തീരുമാനം എന്തോ എടുക്കാൻ വേണ്ടി എന്ത് തീരുമാനം എടുക്കുക, ഞാൻ ഇങ്ങനെ വരണ്ടിരിക്കണം. അപ്പം പിള്ള ഇങ്ങനെ അകത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് അവിടെ പോത്തങ്കോട്ട് സ്വാമിയുടെ ഒരു ചെയർ ഇട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇരിക്കുന്ന അവിടെ ഞാൻ അപ്പോൾ ഇരുന്നത്. സ്വാമി ഇവിടെ ഇരുന്ന്. എന്നിട്ട് അകത്ത് വരാൻ പറഞ്ഞിട്ട് സ്വാമി അങ്ങ് അകത്ത് കയറി എന്നെ അകത്ത് കയറ്റി കഥ അടച്ചു. പിള്ള ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തറയിലിരുന്നു, ഭഗവാൻ കട്ടിലിരുന്നു. പിള്ളേ അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഈ അവളെ അങ്ങോട്ട് മാറ്റിയിരുത്തിയാൽ പോലും അവൾ ഇനിയും വന്ന് എൻ്റെ മടിയിൽ കളിക്കും. അത്ര ഭയങ്കര സ്നേഹത്തിൽ കൊച്ചുകുട്ടി സ്നേഹത്തിരിക്കണം. മോനും അവിടെ ഇരിക്കണം, ഭാര്യ ഇരിക്കണം, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറയണത് പിള്ള ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം പിള്ള പറയണം, ഇപ്പം മറുപടി പറയണം ഇന്ന്. എന്നിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയണം, പിള്ളയ്ക്ക് ഞാൻ 2 ജന്മം ഒഴിവാക്കി തരാം. പക്ഷെ ആ 2 ജന്മത്തിൻ്റെത് പിള്ള ഇപ്പം അനുഭവിക്കേണ്ടി വയ്ക്കണം. പക്ഷേ ഞാനപ്പോഴിങ്ങനെ എനിക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയും അതൊന്നുമില്ലല്ലോ. അവരൊക്കെ ആര് നമുക്ക് അല്പജ്ഞാനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഭഗവാൻ എന്താ പറയണം എന്ന് പറഞ്ഞു. അത് പിള്ള ഭാര്യയെ കൊണ്ട് ദുഃഖിക്കും, മോളെ കൊണ്ട് ദുഃഖിക്കും. ഇത് 2 ജന്മങ്ങളിൽ ദുഃഖിക്കേണ്ടതാണ്. ഇത് ഇപ്പം ദുഃഖിക്കാൻ പിള്ള തയ്യാറാണെങ്കിൽ ഞാൻ ഇതിനെ മാറ്റിത്തരാം. അപ്പോൾ ഒന്ന്, പിള്ള ഒരുപാട് ചീത്തപ്പേര് കേൾക്കും, പിള്ള നാണം കെടും. കാരണം 2 ജന്മങ്ങളിൽ അനുഭവിക്കേണ്ട സാധനങ്ങൾ ഇപ്പം വരുമ്പോൾ. പിന്നെ ഇത് ഞാൻ പിള്ള ഇന്ന് അത് പറയണം എൻ്റെ കൂടി. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ആ 2 ജന്മം വേണ്ട ഭഗവാനെ, ഞാൻ ഇപ്പോൾ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എൻ്റെ ചോദിച്ചു, ഒരുപാട് പിള്ള ബുദ്ധിമുട്ടും, പിള്ള എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ അടുത്ത 2 ജന്മങ്ങളിൽ സ്വാമി കാണൂല, ഇപ്പം ഭഗവാനുണ്ട് എൻ്റെ കൂടെ, അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് ഞാൻ തൻ്റെ അടുത്തോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ ഞാനിതാ പിള്ളേരെ തലയിലെടുത്ത് മാറ്റുകയാണ്. ഇനി ഈ തലയിലെഴുത്തിനെ മാറ്റണമെങ്കിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാൽ പറ്റൂല, ഞാൻ വിചാരിക്കണം. മനസ്സിലായില്ലേ സാർ? പിന്നെ അതുവരെ ശരിക്ക് പറഞ്ഞാൽ ഞാൻ കുത്തുവാള എടുത്ത് നടക്കായിരുന്നു. കുത്തുവാള കയ്യിലെടുത്തില്ലെന്ന് മാത്രമേ അവസ്ഥ അതായിരുന്നു. മക്കളുമായി, മോനും ഒന്നും അസുഖം, മോളുമായി ശരിക്കും ദാരിദ്ര്യം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. വാടക വീട്ടിൽ താമസിക്കുന്നു, സിറ്റിയിൽ വന്നു വാടക വീട്ടിൽ താമസിക്കുന്നു, ഒന്നുമില്ല, 1 രൂപ സമ്പാദ്യമില്ല, ഒന്നുമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പട്ടിണിയില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ വളർത്തും പട്ടിണിയില്ല, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നാളെ കുറിച്ച് ചിന്തിച്ചാൽ ഈ മറ്റേ പിള്ളേരെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇല്ലായിരുന്ന നമുക്കൊന്നും നോക്കാനില്ല. ഇതൊക്കെ ഉള്ള ഇപ്പൊ ഒരു ഗ്രഹസ്ഥന് ഒരുപാട് കാര്യങ്ങൾ നോക്കണം തീർച്ചയായിട്ടും. അപ്പൊ ഗ്രഹസ്ഥൻ നമുക്കുള്ള നിക്ഷിപ്തമായ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഭാര്യയും മക്കളും, വേറെ ആരും അവർക്ക് ആശ്രയിക്കാൻ. അപ്പൊ നമ്മൾ ആ വണ്ടി, കുടുംബം എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവറാണ് ഞാൻ. ഞാൻ ഓടിച്ചേ പറ്റുള്ളൂ, ഞാൻ ഓടിച്ചില്ലെങ്കിൽ വണ്ടി ഓടൂല. അപ്പൊ ഞാൻ ഓട്ടിക്കാതെ ഈ വണ്ടി ആരെങ്കിലും കൊണ്ട് ഓട്ടിപ്പിക്കാൻ പറ്റുമോ? ആരെങ്കിലും വന്ന് ഡ്രൈവറെ വിളിച്ച് കുറച്ചു ദൂരം പോകും, അവൻ കുറച്ചു ദൂരം കൊണ്ട് ആക്കിയിട്ട് അവൻ്റെ ജോലിയൊക്കെ പോകും. ഇത് നിരന്തരം ഓടണമെങ്കിൽ ഞാൻ ഓട്ടിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഈ നിമിഷം വരെ ശരിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം സത്യം ഞാൻ സാറിൻ്റെ മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ നയിച്ചുകൊണ്ട് പോകണതാണ്. എനിക്ക് ഒരു റോളും ഇല്ല. ഞാൻ 49 ലോകരാജ്യങ്ങളിൽ പോയി, മറ്റേ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി, ഗിന്നസ് കിട്ടി, മറ്റത് കിട്ടി, മറിച്ചത് കിട്ടി. ഇതൊക്കെ എപ്പോഴോ എൻ്റെ മനസ്സിൽ കിടന്ന ആഗ്രഹങ്ങളായിരിക്കാം. ഭഗവാൻ അത് തന്ന് ഇങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളില്ല. ഇപ്പം തന്നെ ഒരാൾ ജയനാരായൺജി ഒരു അവാർഡ് ജയനാരായൺജിക്ക് തരാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അപ്പോഴും പറയില്ല, നമ്മൾ സാർ ഞാൻ നോക്കിയിട്ട് ആ ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരിടത്ത് പോലും ഇവിടെ തന്നെ കാണും. നമ്മൾ സാറേ ഞാൻ ആ ദിവസം സ്ഥലത്തിൽ കാരണം എനിക്ക് അവാർഡ് വേണ്ട, എനിക്ക് ഒന്ന് അവാർഡ് വയ്ക്കാനായിട്ട് സ്ഥലമില്ല.
കാരണം എല്ലാം ഭഗവാൻ തന്നത്. പണ്ട് ഒരു അവാർഡൊക്കെ, ഒരു ചെറിയ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഭയങ്കര കാര്യമായിട്ട് എന്തോ സംഭവമായിട്ട് ഉള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞത് എന്റെ അവാർഡാണ്, നിങ്ങളവിടെ വരണം, എന്നിട്ട് വേണമെങ്കിൽ 2 വണ്ടി വിളിച്ച് ആളുടെ കൂടി കൊണ്ടുപോകും. കാരണം എനിക്ക് ആളാവാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി. എനിക്ക് അവാർഡൊക്കെ കിട്ടുമ്പോൾ കൈയടിക്കണ്ടേ, ബാക്കിയുള്ളവർ കൈയടിക്കില്ല, അപ്പൊ കൈയടിക്കാൻ വേണ്ടി കുറെ പേരെ കൊണ്ടുപോകണം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഗിന്നസും കിട്ടിയിട്ട് പിന്നെ എനിക്ക് എന്താ അവാർഡ് തരാം? അതിലപ്പുറം വേറെ ഒന്നും തരാനില്ല. അപ്പൊ പിന്നെ എന്തോന്ന് അവാർഡ് തരും? അപ്പൊ ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ചാൽ ഭഗവാൻ അത്രയ്ക്ക് ദയാലുവാണ്. അദ്ദേഹത്തിന് പറ്റാത്തതായി നമ്മളെ ഭക്തരെ അറിയുന്നില്ല, നമ്മളെ ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരെ അറിയുന്നില്ല. ഭഗവാനിൽ അസാധ്യമായി ഒന്നുമേ ഇല്ല. അവര് ചിലപ്പോ മറ്റേതെങ്കിലും സ്വാമിമാരെ പോലെയോ ഒക്കെ ഭഗവാനെ കാണുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടെ നിന്നെങ്കിൽ അവര് കാണുന്നു. ഭഗവാന് ലിമിറ്റില്ല, ഭഗവാൻ അൺലിമിറ്റാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? നമുക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ഇതല്ല, അയ്യോ ആകാശം പോലെ, ആകാശം പോലെ ഭൂമി പോലെ നമുക്ക് പറയാൻ ഒന്നും നിർവർജനമില്ല, എല്ലാത്തിലും ഉള്ള ഒരു ചൈതന്യം. മനസ്സിലായില്ല? അപ്പൊ അങ്ങ് പറഞ്ഞു വന്ന ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇടകേറി ഇത്രയും പറയേണ്ടി വന്നത്. ഭഗവാനെ കുറിച്ച് പറയാനാണല്ലോ, അപ്പൊ പിന്നെ ആര് പറയുന്നതല്ല. ഭഗവാനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ഭഗവാന്റെ ഓരോ അത്ഭുതങ്ങള് എനിക്ക് ഇങ്ങനെ പറയാനുള്ള അവസരം, മറ്റൊരാള് വന്ന് അവര് 5 മിനിറ്റ് 10 മിനിറ്റ് പറയുമ്പോൾ ഇടയിൽ ഞാൻ കയറി ആവശ്യമില്ലാതെ പറഞ്ഞു ഇതാവൂല. നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം തന്നെ ഭഗവത് മഹിമ പറയലാണല്ലോ. അതെ, കാരണം ഭഗവാനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പ്രാവശ്യം പറഞ്ഞാലും തീരാത്ത നമുക്ക് മതി വരില്ല. അതാണ്, മനസ്സിലായില്ല? അത്ര അനുഭവ കടലാണ്. അനുഭവ കടലാണ് സ്വാമി. തീർച്ചയായിട്ടും. അതുപോലെ എന്തോ സ്നേഹസ്വരൂപനാണ്. ഇത്രയും സ്നേഹം കൊടുത്ത ഒരാള്. കാരണം അവസാനം കിടക്കുന്ന സമയത്ത് അതും കൂടി പറഞ്ഞ് ഞാൻ സാറിനിലേക്ക് തരാം. കിടക്കുന്ന സമയത്ത് ഞാൻ ഞാൻ എപ്പോഴും പോയാലും ഭഗവാന്റെ അകത്ത് കയറി കാണാനുള്ള ഭഗവാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ട്രസ്റ്റ് മെമ്പറൊക്കെ ആയതിനു ശേഷം ട്രസ്റ്റിൻ്റെ ഒരു പരിരക്ഷ, അതൊന്നും അല്ലാതെ തന്നെ ഭഗവാൻ എനിക്ക് അവസാനം വരെ ഭഗവാൻ എപ്പോഴും ചെന്നാലും ഭഗവാന്റെ അടുത്ത് കയറി ചെന്ന് ഭഗവാന്റെ അടുത്ത് നിൽക്കാനും ഭഗവാനെ സ്പർശിക്കാനുള്ള അവസരം തന്നു. സ്വാമി സമാധിയാവുന്നതിനും ജീവസമാധിയിലേക്ക് പോകുന്നതിനും ഒരു 2-3 മാസം മുമ്പ് ഞാൻ ഒരു ദിവസം രാവിലെ പോവുകയാണ്. ചെന്ന് ഭഗവാനെ തൊഴുതു. അപ്പോൾ ഭഗവാന് സംസാരിക്കാൻ വയ്യ. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി പിടിച്ചപ്പോൾ എൻ്റെ കയ്യെ ഇങ്ങനെ പിടിച്ചിങ്ങനെ അടുത്തോട്ട് ചേർത്ത് ഇങ്ങനെ വച്ച് നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചു. പിള്ളക്ക് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പിള്ളക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഞാനെന്തോ ചോദിക്കുക, ഈ എന്താ പറയുക, തറയിൽ കിടന്ന് ചാക്ക് വിരിച്ച് ചാണാൻ വഴിയ സ്ഥലത്ത് കിടന്ന എന്നെ ഈ ലോകരാജ്യങ്ങളിൽ 100 രാജ്യത്തുള്ളവരെ കൺസൾട്ട് ചെയ്യാനുള്ള ഭാഗ്യം തന്നു. 5 ലക്ഷത്തോളം പേരെ നോക്കി. അപ്പോൾ എനിക്ക് ഇന്ന് ഇരുന്ന് ഭഗവാന്റെ പാദങ്ങളിൽ ലയിക്കാൻ പറ്റിയെങ്കിൽ ഭഗവാനെ അതാണ് മഹാപുണ്യം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഭഗവാൻ പറഞ്ഞു എന്തായാലും ഭഗവാൻ പിള്ള ചോദിച്ചോളണം. ഞാൻ പറയും ഭഗവാനെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭഗവാൻ പഴയതുപോലെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഭഗവാൻ തിരിച്ചു വന്നാൽ പിന്നെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ലല്ലോ, അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമേ വേണ്ട, ഏറ്റവും വലിയ എൻ്റെ വരദാനം അതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല പിള്ളേ, ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്നത് നാളെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ പേര് അനുഭവിക്കേണ്ട ദുരിതമാണ്. ഇപ്പം അനുഭവിച്ചതല്ല, ഇപ്പം എടുത്തതല്ല, നാളെ ഓരോരുത്തര് ഞാൻ ഒരു ദിവസം കിടക്കുന്ന അവൻ ഒരു ജന്മം അനുഭവിക്കേണ്ടതാണ്. ഇതാണ് പിള്ളേ ഞാൻ അനുഭവിക്കുന്നത്, അല്ലാതെ എൻ്റെ ഒന്നുമല്ല, എനിക്കൊരു കർമ്മഫലവും ഇല്ല. മറ്റുള്ളവർക്ക് ഞാൻ നമ്മുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ഈശ്വരൻ മനുഷ്യനായി മണ്ണിൽ വന്നു, എല്ലാ ദുഃഖവും. ആ പാട്ട് ശരിക്കും പറഞ്ഞ ബൈജു തപ്പിയെടുത്തതാണ്. ബൈജു തപ്പിയെടുത്ത പാട്ടാണെങ്കിൽ പോലും ആ പാട്ട് ശരിക്ക് ഈ ഇതിന് ചേർന്ന ഒരു വരികളാണ്. ഇതിന് ഇടയ്ക്കേറുന്നല്ല, ഇതിന് തുല്യമാണ് കാളുപാറയുടെ അവസ്ഥ. എല്ലാവരും പറയും, എല്ലാവരും രക്ഷ തേടി അഭയം തേടി എത്തുന്ന സ്ഥലമാണല്ലോ ക്ഷേത്രം. അതെ,
ആ ക്ഷേത്രത്തിലല്ലേ ഇടിമിന്നലേറ്റ് ഒരു പ്രകൃതി ദുരന്തമേറ്റ് അത് നശിച്ചു പോയത്? അതെങ്ങനെ? ഭഗവാനാണ് അതിന് ഉത്തരം പറഞ്ഞത് ഞങ്ങളോടല്ല. ഞങ്ങൾ ഈ അപകടം സംഭവിച്ച പിന്നെ വാവിട്ട് നിലവിളിക്കാല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ, നമുക്കില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു അഭയം തേടി നമ്മൾ ഓടി എത്തുകയാണ്. ഭഗവാൻ അതുപോലെ നിശബ്ദത പാലിച്ചു. നമ്മളെ മുഖത്ത് നോക്കി നിശബ്ദത പാലിച്ചു. പക്ഷെ ആ നിശബ്ദത നമുക്ക് ധാരാളമാണ്. പക്ഷെ മറുപടി പറഞ്ഞത് ആരോടെന്നറിയാവോ? വിജയേന്ദ്ര സാറിനോടാണ്, നമ്മളെ കള്ളിക്കാട്. പിള്ളേ, അന്ന് അഗ്നിമാരുത യോഗമായിരുന്നു. അതായത് അഗ്നി കൊണ്ടോ കാറ്റുകൊണ്ടോ ആ നാടിനൊരു വിപത്ത് സംഭവിച്ചേ തീരൂ, ഒരു നാശം സംഭവിച്ചേ തീരൂ. അതാരേറ്റെടുത്തു? ആ ക്ഷേത്രത്തിൽ ആ ദേവി ഏറ്റു. അമ്മ വലിച്ചെടുത്തു. ഫലത്തിൽ ആ നാടിനെ ഒരു വിപത്തിൽ നിന്ന് രക്ഷിച്ചു. ജീവിതം കൊണ്ട് ഭഗവാൻ ചെയ്തതും അതാണ്. 100%. സാർ, ഇതിൽ അത് മനസ്സിലാക്കാനുള്ള ഇതില്ല. അപ്പോൾ അവിടെ എത്രയോ പേരെ നാശം അമ്മ സ്വയം ഏറ്റെടുത്തു. കാരണം അതിലേക്ക് പോകുമ്പോൾ പാലാഴി കടഞ്ഞു. അതെ, പാലാഴി കടഞ്ഞു. പാലാഴിയിൽ നിന്ന് ഓരോന്നും പൊങ്ങി വരെയായിരുന്നു. ഇതെല്ലാം ഓരോരുത്തർ കൈകൊണ്ട് എടുത്തു. മഹാലക്ഷ്മി വന്നു, അത് വിഷ്ണു കൊണ്ടുപോയി, ഐരാവതം വന്നു, കൽപ്പവൃക്ഷം വന്നു, എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് കാളകൂട വിഷം വരെയാണ്. ഇതിൽ ഒരു തുള്ളി ഭൂമിയിൽ വീണാ മതി, എല്ലാ രാക്ഷസന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, രാവന്മാരും 4 വാക്ക് വലിഞ്ഞു. കണ്ടുകൊണ്ടുവന്ന ഭഗവാൻ നോക്കിയപ്പം ഇതാ കാളകൂട വിഷം വരെയാണ്. ഇദ്ദേഹം അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കാളകൂട വിഷത്തെ 2 കൈ കൊണ്ട് എടുത്തിട്ട് ഇത് ഭൂമി ആർക്കും നാശം വരരുതെന്ന് പറഞ്ഞ് സ്വയം പൂജിച്ചു. ഇതായിരുന്നു ദൈവങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ ആശ്രയിക്കുന്ന അവര് വേറൊന്നും നോക്കുന്നില്ല, അവരെ നോക്കുന്നില്ല. പക്ഷെ രോഗരക്ഷാർത്ഥം ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പൊ അമ്മ ചെയ്തത് എന്നു വെച്ചാ, അമ്മ ചെയ്ത എൻ്റെ പിള്ളേർക്കോ ഈ നാട്ടിനോ ഞാൻ ആ കുന്നിന്റെ വരെ കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ അപകടം സംഭവിക്കുന്ന ദിവസം നെയ്യാർഡാം നിറഞ്ഞു നിൽക്കുകയാണ്. തുലാവർഷം മഴയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരപകടം അവിടെയാണ് പറ്റിയതെങ്കിൽ അല്ല, ഇത് അമ്മയുടെ ദൃഷ്ടിയിലാണ്. ശരിക്കും നെയ്യാർ ഡാമൊക്കെ ശരിക്കും പറഞ്ഞാൽ നെയ്യാർ ഡാം തൊട്ട് ഒരു കണ്ണെത്താ ദൂരം മൊത്തം അമ്മയുടെ ദൃഷ്ടിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവര് അതിനെ ആ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. അവിടെയാണ് സംഭവം. കാരണം ഈ അമ്മയുടെ മഹത്വം, അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, എന്നേ ഒരു പുണ്യ തീർത്ഥാടനമായി മാറേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കൊച്ചിയിലേ വന്നിട്ടുള്ളൂ. ഞാൻ അവിടെ വാസുവാന്റെ അവിടെ വന്നിട്ട് അവിടുന്ന് അജയനും എല്ലാം കൂടി ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ നെയ്യാർഡാം സ്കൂളിൽ നിന്ന് നടന്നു വരും. നടന്ന് കാളിവാറ വന്നിട്ട് മാവിന്റെ അവിടെ കയറുന്ന ആഹാരം കഴിച്ചിട്ട് ഞാനുമായിട്ട് ഉയരൊക്കെ ഞാൻ പറഞ്ഞ അപ്പോഴ് ഭഗവാൻ കൊണ്ടുവന്ന് വിളക്കെത്തിച്ചതിന് ശേഷമാണല്ലോ അവിടെ ഒരു രൂപത്തിലേക്കായി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രയും എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട്. ആ ക്ഷേത്രത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാതെ അഭിപ്രായം പറയണല്ല. അത്ര അവിടെ ചെല്ലുമ്പോൾ നട്ടുച്ചയ്ക്ക് പോലും അവിടെ തണുപ്പ്. ഇന്നും ആ സത്യം തിരിച്ചറിയുന്നത് സത്യം പറഞ്ഞ വിദേശികളാണ്. അതൊക്കെ മനസ്സിലായി. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ സിദ്ധാശ്രമത്തിൽ നിന്ന് ഒരു ബ്രഹ്മചാരി ഒരു 2-3 ദിവസം അവിടെ തങ്ങി, പകലും രാത്രി. 3-ാമത്തെ ദിവസം അദ്ദേഹം താഴെ വന്നപ്പോൾ എന്നെ കണ്ടു. എന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഇട്ടിരിക്കരുത് കേട്ടാ. ഞാൻ ചോദിച്ചത്, ഞാനിരുന്ന 2 ദിവസവും 2 വിദേശീയർ ഇവിടെ വന്നു. ഞാനിട്ട കുണ്ടത്തിലിരുന്ന് അവർ ജപിച്ചിട്ടാണ് പോയത്. ആലോചിച്ച് നോക്കി നോക്കണം. മനസ്സിലായി. നമ്മളിൽ എത്ര പേര് അവിടെ കയറിയിരുന്ന് ഒരു നാഴിക ഒരു നാമജപം നടത്താൻ, ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള തിരക്കിയാൽ മതി. ഇതറിയുന്നവരാണ് വിദേശീയരാണ്. വിദേശിയെ കണ്ടിട്ട് പഠിക്കേണ്ടി വരുന്നു. നമ്മൾ അവരെ കണ്ട് പഠിക്കേണ്ട അവസ്ഥ. ഇതാണ് അവിടുത്തെ സത്യം എന്ന് പറയുന്നത്. അവിടുത്തെ അല്ല സാർ, എല്ലായിടത്തെയും ഒരു എന്ന് വെച്ചാൽ ഈ നമ്മളെ മഹിമ നമ്മൾ അറിയുന്നില്ല. നമ്മളറിയുന്നില്ല. ആരെങ്കിലും നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതും കണ്ണിൽ കാണുന്നത് കളിയായി മറയും എന്ന് പറയും പോലെ, അവർക്ക് അവന്മാർക്ക് എന്താ ഇതില്ലാത്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അതിനെപ്പോലും ഉൾക്കൊള്ളാൻ തയ്യാറാവും. പറയണവനെ മോശക്കാരനാക്കും. അതാണ് ഹിന്ദുവിന്റെ നാശത്തിന്റെ പ്രധാന കാരണം. അത് തന്നെയാണ് മെയിൻ കാരണം. അതാണ്
നശിക്കാൻ ഒരു കാരണം വേണ്ടേ? ആ കാരണം ഇതാണ്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്നതും അതാണ്. ഭഗവാന്റെ അവസാന ആ വാക്കുകളും അവിടെ ഭഗവാൻ വിളക്ക് കൊളുത്തിയ സ്ഥലത്ത് സംഭവിച്ചതും രണ്ടും ലോകരക്ഷയാണ്. 100%. ലോകാംബിക എന്ന് പറയുന്ന പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ദേവിയുടെ മുന്നിൽ അഭയം തേടി വരുന്നു. അതുകൊണ്ട് അത് ലോകാംബിക ദേവി എന്നായി മാറും. അത് ഭഗവാനാണ് ആ നാമത്തിന് ഒരു മൗനാനുവാദം തന്നത്. കാരണം ഭദ്രകാളി ദേവി എന്ന സങ്കല്പത്തിലാണല്ലോ ചൈതന്യം തന്നെയാണല്ലോ. പക്ഷേ മറ്റുള്ളിടത്ത് പോലെ അല്ലല്ലോ. നമ്മൾ ഏറ്റവും ഉയരത്തിലിരിക്കണം. 360 ഡിഗ്രി കാഴ്ച കിട്ടുന്ന ഒരു, അതാണ് ഞാൻ പറഞ്ഞ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഭാഗം വീക്ഷിക്കുക. അതെ, കാടും കടലും ഒരുമിച്ച് കാണുന്ന ഒരു അപൂർവ സ്ഥലമാണ്. 100%. അതാണ് ഞാൻ പറഞ്ഞത്, എന്നേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ദേവി ലോക ജനതയ്ക്ക് അഭയം കൊടുക്കുന്ന അമ്മ എന്ന അർത്ഥത്തിൽ ലോകാംബിക എന്ന പേര് എങ്ങനെ പിള്ള പേര് ഇങ്ങനെ ചോദിച്ച് ഒരു അനുവാദം തന്നു. ആ മൗനത്തിന് അനുവാദമായി നമ്മൾ സങ്കല്പിക്കുന്നു. അതെ, അങ്ങനെയാണ് അത് കാളിപ്പാറ ദേവീ ക്ഷേത്രം എന്നുള്ളത് കാളിപ്പാറ ലോകാംബിക ക്ഷേത്രം എന്ന രീതിയിലോട്ട് മാറിയത്. അല്ല, അത് വളരും സാർ, അത് വളരും, അതിന് സംശയമില്ല. ഇപ്പം തന്നെ നമ്മളെ ഈ ഇന്നും ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഉത്സവം തുടങ്ങുമ്പോൾ ആദ്യത്തെ പൂജ ഗുരുപൂജയാണ്. ആദ്യത്തെ ഇന്നും മറ്റേ നമ്മളെ ഗുഹ അറിയാമല്ലോ. അതെ, ഗുഹയുടെ അവിടെ അഗസ്ത്യകൂടത്തിലെ മെതിയടിയും യോഗദണ്ഡും വിളക്ക് വെച്ച് പൂജ ചെയ്തിട്ടാണ് അഗസ്ത്യമുനിയെയും ഒപ്പം എല്ലാ കളക്ഷൻ ഉണ്ടല്ലോ. അതെ, അഗസ്ത്യമുനിയെയും ഭഗവാനെയും ഗുരുപൂജയിൽ. അതുകൊണ്ട് ഭഗവാന് ഗുരുപൂജ കൊടുക്കുന്നത് കൊണ്ട് ഉത്സവത്തിൻ്റെ ഈ ഗുരുപൂജ സ്ഥിരമായി ചെയ്യുന്ന ഒരാളുമുണ്ട്. സ്ഥിരമായി ഗുരുപൂജയാണെങ്കിൽ എഴുതിക്കോ എന്ന് പറയുന്ന ഒരാളും സത്യത്തിലുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, അപൂർവം പേരെ ഇത് അറിയുന്നുള്ളൂ. അതാണ് സത്യം എന്നുള്ളതാണ്. അറിയാന്ന് വെച്ചാൽ അറിയിക്കേണ്ടവർ അറിയിക്കുന്നില്ല. അതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടൊന്ന് ചെയ്യണതും ഒരു വ്യക്തിയായിട്ട് ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് വളരണം, ഇത് അറിയണം എന്ന് ഒരു മനസ്സാലെ എല്ലാവരും വിചാരിച്ചാലേ അത് മാത്രമേ വളരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭഗവാനെ പോലെ ആരെങ്കിലും ആയിരിക്കണം. ഭഗവാനാണെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി. അവിടെ എന്താ പറയും, ഒരു പവർ ലൈറ്റിന്റെ അടുത്ത് മറ്റേ കൃമികീടങ്ങൾ ഓടിക്കൂടുന്നത് പോലെ കൂടിക്കോളും. മനസ്സിലായില്ല? അവിടെ പിന്നെ വിളിക്കൊന്നും വേണ്ടല്ലോ, പ്രകാശം കണ്ട് അവിടെ എത്തിക്കോളും. അപ്പം അതുകൊണ്ട് അത് ഭഗവാന്റെ ഒന്ന്. രണ്ട്, അങ്ങ് നേരത്തെ പറഞ്ഞ് വച്ചതുപോലെ നാട്ടിന് ഇത്രയും അവിടുത്തെ എത്രയോ ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം, എല്ലാ ക്ഷേത്രങ്ങളും കള്ളിക്കാട് മങ്കാരമുട്ട ഭഗവാൻ ചെന്ന് കിടന്ന അവസാന സ്ഥലമല്ലേ, അവസാനം ചെന്ന് ഇവിടെ കിടന്നു രാത്രി പ്ലാവെട്ടി തങ്കേശസ്വാമിയുടെ അവിടെ അതെ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങളെ ആ പ്രദേശത്തെ, അതെ, ആ ചുറ്റുമുള്ള ദേവതകൾക്കെല്ലാം ജീവൻ പകർന്നു. അതാണ് അതിന്റെ സത്യം. ഇനി അതിൻ്റെ ഒരു പിൻബലം എന്നോണം ക്ഷേത്രങ്ങളെയാണ് ഭഗവാൻ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെങ്കിലും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളും അതിനനുസരിച്ചത് വളർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മതവും വ്യത്യാസമൊന്നുമില്ലല്ലോ, ഈശ്വരനല്ലേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, മതം എന്ന് പറഞ്ഞ വഴികളാണ് പിള്ളേ. അതെ, ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ചേരുന്നവരുടെ. അതെ, അപ്പോൾ ഏത് മതത്തിലൂടെ സഞ്ചരിച്ചാലും ഇപ്പോൾ നമ്മൾ പല നദികൾ ഒഴുകി ഒരു കടലിൽ ചേരുന്നത് പോലെ ഇതെല്ലാം ഒരിടത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ, ഓരോരോ അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ മതങ്ങളെല്ലാം വഴികളാണ്. ഈശ്വരനിൽ എത്താനുള്ള വഴികൾ മാത്രമാണ് മതങ്ങൾ. അപ്പോൾ ആ മതങ്ങളിലൂടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടോ ഭഗവാൻ ഇതെല്ലാം സ്ഥാപിച്ചിട്ടാണ്, സാറിനറിയാം, വിദ്യാഭ്യാസ സ്ഥാപനം. അതെ, പക്ഷെ ഞാൻ അതിലും ഉപരി കാണുന്നത് എന്താണെന്നറിയാം, അടുത്ത എപ്പിസോഡുകളിലായി ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം. നിർത്തുന്നു. നന്ദി.